വീട്ടില് കാക്ക വന്നിട്ട് കാണിക്കുന്ന ചില ലക്ഷണങ്ങള് നമുക്ക് ശുഭകാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന് മുൻപേയും അതുപോലെ തന്നെ ചില ഘട്ടങ്ങളിൽ നമുക്ക് വരാനിരിക്കുന്ന അപകടത്തെ അല്ലെങ്കിൽ നമുക്ക് വരാനിരിക്കുന്ന ആ ഒരു കഷ്ടകാലത്തെയും സൂചിപ്പിക്കാറുണ്ട്. നമസ്കാരം, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ പൂർവികരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പക്ഷിയാണ് കാക്ക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാക്കകള് നമുക്ക് തരുന്ന ലക്ഷണങ്ങള്, സൂചനകള്, അതുപോലെ തന്നെ ചില നിമിത്തങ്ങള്, ശകുനങ്ങള് ഒക്കെയും നമ്മൾ വളരെ പ്രാധാന്യത്തോടെ കാണാറുണ്ട്. നിത്യവും കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് ഗുണഫലങ്ങൾ നമുക്ക് ലഭിക്കാൻ ഇത് കാരണമായി തീരും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കാക്കകൾക്ക് ആഹാരം കൊടുക്കുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ലാത്ത ചില ആഹാര പദാർത്ഥങ്ങളുണ്ട്. അതുപോലെ തന്നെ കാക്ക നൽകുന്ന ചില ലക്ഷണങ്ങൾ, ചില സൂചനകൾ ഒരു കാരണവശാലും നമ്മൾ അവഗണിക്കാനായിട്ട് പാടില്ലാത്തതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ചില സമയങ്ങളിൽ കാക്ക നൽകുന്ന സൂചനകൾ അല്ലെങ്കിൽ ലക്ഷണങ്ങളുടെ അർത്ഥങ്ങളും അതുപോലെ തന്നെ അത് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുമാണ്. വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണിത്. കാരണം നമ്മുടെ വീട്ടില് കാക്ക വന്നിട്ട് കാണിക്കുന്ന ചില ലക്ഷണങ്ങള് നമുക്ക് ശുഭകാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന് മുൻപേയും അതുപോലെ തന്നെ ചില ഘട്ടങ്ങളിൽ നമുക്ക് വരാനിരിക്കുന്ന അപകടത്തെ അല്ലെങ്കിൽ നമുക്ക് വരാനിരിക്കുന്ന ആ ഒരു കഷ്ടകാലത്തെയും സൂചിപ്പിക്കാറുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ലക്ഷണങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഗുണഫലങ്ങൾ നമുക്ക് ലഭിക്കുകയും നമുക്ക് വരാനിരുന്ന ആ ഒരു അപകടത്തെ അല്ലെങ്കിൽ ആ ഒരു ദുഃഖത്തെ ഇല്ലാതാക്കാൻ നമുക്ക് സഹായിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചും കാക്ക കാണിക്കുന്ന ചില ലക്ഷണങ്ങളെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ നമ്മൾ എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യം, കാക്കകൾക്ക് നമ്മുടെ പല കാര്യങ്ങളും മുൻകൂട്ടി അറിയാൻ സാധിക്കുകയും അല്ലെങ്കിൽ അതൊരു ലക്ഷണമായിട്ട് നമുക്ക് കാണിച്ചു തരാൻ സഹായിക്കുന്ന ഒരു പക്ഷിയായിട്ടാണ് നമ്മൾ കാക്കയെ കാണേണ്ടത്. കാക്കയ്ക്ക് ഒരുപാട് സൂചനകൾ മനുഷ്യർക്ക് നൽകാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കാക്കയ്ക്ക് ഭക്ഷണം നൽകുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ കാക്കയ്ക്ക് ഭക്ഷണം നൽകുന്ന സമയത്ത് എപ്പോഴും വൃത്തിയുള്ള രീതിയിൽ വേണം ഭക്ഷണം കൊടുക്കാനായിട്ട്. വൃത്തിയുള്ള പാത്രത്തിലോ അല്ലെങ്കിൽ വൃത്തിയുള്ള ഇലയിലോ വെച്ച് വേണം നമ്മൾ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ നോൺ വെജ് ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും തന്നെ നമ്മൾ കാക്കയ്ക്ക് കൊടുക്കാനായിട്ട് പാടില്ല. കഴിഞ്ഞ തവണയും ഞാനൊരു വീഡിയോയിൽ ഈ ഒരു കാര്യം പറഞ്ഞതാണ്. അപ്പൊ പലരും ചോദിക്കുകയുണ്ടായി, കാക്ക മീനിന്റെ മുള്ളൊക്കെ കുത്തി തിന്നാറില്ലേ എന്നുള്ളത്. നമ്മളായിട്ട് കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാക്ക വേസ്റ്റിൽ നിന്നൊക്കെ ഇതുപോലെ നോൺ വെജ് പദാർത്ഥങ്ങളൊക്കെ കൊത്തി കഴിക്കാറുണ്ട്. നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അത് അതിൻ്റെതായിട്ടുള്ള വൃത്തിയോടും ശുദ്ധിയോടും കൂടി വേണം കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ വൃത്തിയുള്ള പാത്രത്തിൽ കൊടുക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഗുണഫലങ്ങളായിരിക്കില്ല നമുക്ക് ലഭിക്കുന്നത്, മറിച്ച് നമുക്കതൊരു ദോഷമായിട്ട് വന്നു ഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഭക്ഷണം കൊടുക്കുന്നവര്, കാക്കയ്ക്ക് ഭക്ഷണം നൽകുന്നവര് ഈ ഒരു കാര്യം വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടതായിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം, ശനീശ്വര ഭഗവാന്റെ വാഹനമാണ് കാക്ക. ജന്മശനി, ഏഴര ശനി, അതുപോലെ തന്നെ ശനിദോഷമൊക്കെ ഉള്ളവർക്കാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ശനിദോഷം മാറിക്കിട്ടാനായിട്ട് കാക്കയ്ക്ക് നമ്മൾ നെയ്യൊഴിച്ച് ചോറ് കുഴച്ച് അതിലേക്ക് കുറച്ച് എള്ളുകൂടി ഇട്ടുകൊണ്ട് ശനിയാഴ്ചകളിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ശനിദോഷം കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ്. ആദ്യം തന്നെ നമുക്ക് കാക്കകളെ നൽകുന്ന അപകട സൂചനയെ കുറിച്ചൊന്ന് പറയാം. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ വീടിന്റെ പറമ്പില് കാക്ക ചത്തു കിടക്കുന്നത് കാണുന്നത് വളരെ അശുഭകരമായിട്ടുള്ള കാര്യമാണ്. ഇത് നിങ്ങൾക്ക് നൽകുന്നത് ഒരു അപകട സൂചനയാണ്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ കാണുകയാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയിട്ട് വീട്ടിലുള്ള എല്ലാ അംഗങ്ങളുടെ പേരിലും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക.
ഇത് വളരെ പ്രാധാന്യത്തോടെ കാണുക, വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് പരിശോധിക്കുക. ആ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകാം. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് കാക്ക നൽകുന്ന ശുഭലക്ഷണങ്ങളെ കുറിച്ചാണ്. ഞാൻ ഇന്നിവിടെ പറയുന്ന ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ലതെന്തോ വരാനിരിക്കുകയാണ് എന്നതാണ് അത് കാണിക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് കാക്ക വരുന്നതിന് പിന്നിൽ ചില അർത്ഥങ്ങളുണ്ടെന്ന് ജ്യോതിഷം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഈ സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കുക. എന്നാൽ നമുക്ക് സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ കുറെ സാഹചര്യങ്ങൾ പറയുന്നുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, കാക്കയെ ഏത് സാഹചര്യത്തിൽ കാണുന്നുവെന്ന് അടിസ്ഥാനമാക്കിയാണ് ഫലം നിശ്ചയിക്കുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ ഒരു കാരണവശാലും വിട്ടുപോകരുത്. കാരണം ഓരോ സാഹചര്യത്തിൽ കാണുന്നതിനും അനുസരിച്ചാണ് അതിന്റെ ഫലം ലഭിക്കുന്നത്. ഇനി നിങ്ങൾ മാംസകഷ്ണങ്ങളുമായിട്ട്, അതായത് മീനിന്റെ ബാക്കിയായിരിക്കും, ഇറച്ചിയുടെ ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലും മാംസകഷ്ണമായിട്ട് കാക്കയുടെ വായിൽ ഇരിക്കുന്നതായിട്ട് കാണുകയും അത് കൊണ്ടുവന്ന് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് വളരെ ശുഭകരമായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ ഇതിന്റെ വേറെയൊരു വശം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് വാസ്തുശാസ്ത്ര പ്രകാരവും ജ്യോതിശാസ്ത്രപരമായിട്ടും മാംസകഷ്ണം കൊത്തിയെടുത്ത് നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് കാക്കയിടുന്നത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു ലക്ഷണമായിട്ട് കണക്കാക്കാമെങ്കിലും നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ കൈകൊണ്ട് കാക്കയ്ക്ക് മീനിന്റെ വേസ്റ്റൊക്കെ പലരും അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി വേണം കൊടുക്കാനായിട്ട്. കാക്കയ്ക്ക് അത് കൊടുക്കുന്ന സമയത്ത് സന്തോഷത്തോടെ ഇരിക്കും എന്നൊക്കെ വിചാരിച്ച് വേസ്റ്റൊക്കെ കൊത്തിത്തുന്നതല്ലേ കാക്ക, അങ്ങനെ വിചാരിച്ച് കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളായിട്ട് ഒരിക്കലും മത്സ്യമാംസാദികൾ കാക്കയ്ക്ക് കൊടുക്കാനായിട്ട് പാടില്ല. ഇത് തീർച്ചയായിട്ടും വളരെ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും അതങ്ങനെ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും അങ്ങനെ കൈകൊണ്ട് നമ്മൾ കാക്കയ്ക്ക് നോൺ വെജ് പദാർത്ഥങ്ങൾ കൊടുക്കരുത്. കാക്ക വേറെ എവിടെ നിന്നെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചോട്ടെ, നിങ്ങളായിട്ട് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ ഒരു മാംസകഷ്ണം നിങ്ങളുടെ അടുത്ത് കൊണ്ടിടുന്നതിനെ പറ്റി പറഞ്ഞു, അത് വളരെ ശുഭകരമായിട്ടുള്ള കാര്യമാണ്. ഇനി മധുരമുള്ള പലഹാരങ്ങൾ, നമുക്കറിയാം കാക്ക എന്ത് കണ്ടാലും കൊത്തിയെടുക്കും. അതുപോലെ അടുത്ത വീട്ടിലെ സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിടും, ഈ വീട്ടിലെ സാധനങ്ങൾ അടുത്ത വീട്ടിൽ കൊണ്ടുപോയിടും. കാക്ക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ വായിൽ നിന്ന് മധുരപലഹാരം കൊത്തിക്കൊണ്ടു പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ വീണ് കഴിഞ്ഞാൽ, വിവാഹപ്രായമായിട്ടുള്ള ആളുകളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അടുത്തു തന്നെ വിവാഹം നടക്കും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പൊ കാക്ക ഇതിലൂടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്, ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ശുഭകരമായിട്ടുള്ള കാര്യം നടക്കാൻ പോകുന്നു എന്നതാണ്. ഇനി അതുപോലെ തന്നെ കാക്ക ചോറ് കൊത്തിക്കൊണ്ടു പോകുന്ന സമയത്ത് നമ്മുടെ മുറ്റത്തേക്കോ നമ്മുടെ വീട്ടിലേക്കോ ഒക്കെ വീണ് കഴിഞ്ഞാൽ, നമുക്ക് എവിടെ നിന്നെങ്കിലും പണം ലഭിക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കടം വാങ്ങിച്ചതാവാം, നമുക്ക് എവിടെ നിന്നെങ്കിലും ലഭിക്കാനുള്ള ആ ഒരു പണം തടസ്സപ്പെട്ട് കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ലഭിക്കും എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. ശർക്കര ചോറൊക്കെയാണ് നിലത്തേക്ക് വീഴുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കാം. ഇനി അതുപോലെ തന്നെ കാക്കയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ശകുനം അല്ലെങ്കിൽ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത്, നിങ്ങൾ കാക്കയെ സ്വപ്നം കാണുക എന്നുള്ളതാണ്. അതും നിങ്ങൾ കാക്ക ഒരു കെണിയിൽ പെടുകയാണ്, അതിൽ നിന്ന് കാക്ക തന്നെ സ്വന്തമായിട്ട് രക്ഷപ്പെടുന്നതായിട്ടാണ് നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശത്രുക്കൾക്ക് മേൽ നിങ്ങൾ വിജയം കൈവരിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ കാക്ക വെള്ളം കുടിക്കുന്നതായിട്ട് കാണുകയാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു സൂചനയാണ്. നിങ്ങളിലേക്ക് നല്ല എന്തോ വരാനിരിക്കുന്നതിന്റെ ഒരു ലക്ഷണമായിട്ട് ഇതിനെ കണക്കാക്കാം. അതുപോലെ മറ്റൊരു സ്വപ്നം എന്ന് പറയുന്നത്, ഒരു കൂട്ടം കാക്കകൾ പറന്നുയരുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ധനം വരാൻ പോകുന്നു എന്നതിന്റെ ഒരു ലക്ഷണമായിട്ടാണ് അതിനെ കണക്കാക്കേണ്ടത്. ഈ ശുഭസൂചനകൾ പോലെ തന്നെ അശുഭ സൂചനകളും കാക്ക തരുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതുപോലുള്ള മറ്റൊരു സൂചനയാണ് ധാന്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്നും കാക്ക കൊത്തിപ്പറിച്ച് കൊണ്ടുപോകുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ അരിയൊക്കെ ഉണക്കാനിടുന്ന സമയത്ത് കാക്ക അരിയൊക്കെ കൊത്തിപ്പെറുക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ ദാരിദ്ര്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നതാണ് അത് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്.
അരിയൊക്കെ ഉണക്കാനിടുന്ന സമയത്ത് അവിടെ കാക്ക വരാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങളും കൂടെ ചെയ്യുക. അതുപോലെ ചില ആൾക്കാരുടെ തലയിലൊക്കെ കാക്ക കൊത്തിപ്പോകാറുണ്ട് അല്ലെ. കാക്ക നമ്മളെ സ്പർശിക്കുന്നത് വളരെ ശുഭകരമായിട്ടുള്ള ലക്ഷണമാണെങ്കിലും കാക്ക നമ്മുടെ തലയിൽ കൊത്തി പറന്നു പോകുന്നത് വരാനിരിക്കുന്ന അസുഖത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചിലപ്പോൾ അത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു അസുഖമാകാം, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള അസുഖങ്ങളുമാകാം. എന്നിരുന്നാലും അസുഖം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് അതിനെ കണക്കാക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സൂചനകൾ നമുക്ക് നൽകുന്ന ഒരു പക്ഷിയാണ് കാക്ക എന്ന് പറയുന്നത്. നമ്മുടെ പിതൃക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ഒരു പക്ഷിയെ ഒരു കാരണവശാലും നമ്മളായിട്ട് ഉപദ്രവിക്കാൻ പാടില്ല. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.